guys, welcome to the Nutmeg Spotlight brought to you by the Nutmeg Assist. My name is Rithwik. So in this show, I'm going to be chatting with some of the footballers who made their mark in the beautiful game. So today's guest is Suresh. He's a former captain of East Bengal Football Club from Kolkata, and he's also played for the Indian national team as well, and he's won the SAF Cup with India in 2005. He has played alongside the likes of Vijayan, who's one of the legends of Indian football, and also Vijayan, who is a very famous name in Indian football as well. So we'll move on to the interview now. എല്ലാവർക്കും വെൽക്കം ഈ ഷോയിലേക്ക് നട്ട്മെഗ് സ്പോട്ട്ലൈറ്റ്. സോ ഇന്ന് പ്രത്യേകമായി നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ളത് ഷോയിൽ നമ്മുടെ സുരേഷ് ചേട്ടനാണ്. സുരേഷ് ചേട്ടൻ ഫോർമർ ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയറാണ്. സോ ഫോർമർ സാഫ് കപ്പ് വിന്നറാണ് 2005 ആൻഡ് ഓൾസോ സുരേഷ് ചേട്ടൻ ഈസ്റ്റ് ബംഗാളിലെ ക്യാപ്റ്റനായിരുന്നു. സോ ലെറ്റ്സ് വെൽക്കം സുരേഷ് ചേട്ടൻ ടു ദ ഷോ. സുരേഷ് ചേട്ടൻ ഒരു ജനറൽ ഇൻട്രഡക്ഷൻ. ഹായ്, ഞാൻ സുരേഷ്, നാഷണൽ ഫുട്ബോൾ പ്ലെയറാണ്, ഫോർമർ. ഇപ്പോൾ നാട്ടിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, സോ സുരേഷ് ചേട്ടൻ ഒരു സെൻറ്റർ ബാക്ക് ആയിരുന്നു. സോ ഇഫ് ആൾക്കാർക്ക് വ്യൂവേഴ്സിന് അറിയില്ലെങ്കിൽ സുരേഷ് ചേട്ടൻ ഒരു ഒന്നൊന്നരം സെൻറ്റർ ബാക്ക് ആയിരുന്നു. സോ സാഫ് കപ്പ് ഞാൻ നേരത്തെ പറഞ്ഞത് സാഫ് കപ്പ് 2005 വൈച്ചംബൂട്ടിയ, ക്ലൈമാക്സ് ലോറൻസ്, പിന്നെ മെഹ്താ ഹുസൈൻ ഇവരുടെ കൂടെയൊക്കെ കളിച്ച് ട്രോഫി ജയിച്ചിട്ട് വന്നതാണ്. പ്ലസ് ഈസ്റ്റ് ബംഗാളിലെ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോൾ കുറേ കൊൽക്കത്ത ഡാർബീസ് നമുക്ക് അറിയുന്ന പോലെ ഇന്ത്യൻ ഫുട്ബോളിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ചസ് ആണ്. ബെസ്റ്റ് മാച്ച് എന്ന് തന്നെ പറയാം. കൊൽക്കത്ത ഡാർബി ഭയങ്കര ഫിയേഴ്സ് ആണ്, ഭയങ്കര കോമ്പറ്റേറ്റീവ് ആണ്. അപ്പോൾ ഈ മാച്ചിലൊക്കെ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് സുരേഷ് ചേട്ടൻ. ആൻഡ് ഓൾസോ നമ്മുടെ ഇപ്പോൾ റിസൈൻ ചെയ്തു പോയ ഇന്ത്യൻ നാഷണൽ ടീം കോച്ച് സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ, പുള്ളിയുടെ അണ്ടറിലും കളിച്ചാണ്. സോ സുരേഷ് ചേട്ടനോട് ഇപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഇന്ത്യൻ ജേഴ്സി ഇടുക എന്നുള്ള ഒരു നേഷന് വേണ്ടി കളിക്കുക എന്നുള്ള ഒരു ഫീലിംഗ് അത് എങ്ങനെയാണെന്നില്ല? ഇപ്പോൾ എല്ലാ ഫുട്ബോൾ പ്ലെയറിനും പോലെ മനസ്സിൽ ചെറുപ്പത്തിലുള്ള ഒരു ആഗ്രഹമാണ് നന്നായി കളിച്ച് വളരണം എന്നുള്ളത്. കാരണം എൻ്റെ നാട് കടാട്ടുന്നൊരു ഫുട്ബോൾ ഗ്രാമമാണ്. എൻ്റെ അച്ഛനൊരു ഫുട്ബോൾ പ്ലെയറാണ്. മാസ്റ്റർ വെല്ലിംഗ്ടൺ എന്ന് പറഞ്ഞ മിലിറ്ററി ടീമിൻ്റെ പ്ലെയറായിരുന്നു. അച്ഛൻ നാട്ടിൽ വന്നു. അപ്പോൾ നമ്മൾ കടാട്ടുമ്പോൾ ഞങ്ങൾ ജനിച്ചപ്പോൾ തന്നെ കടാട്ടുന്ന ഒരു ഫുട്ബോളിന് മാത്രം സ്നേഹിക്കുന്ന കടാട്ടുന്ന തൃക്കരിപ്പൂർ ഒരു ഇതിലാണ് നമ്മൾ വളർന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ ടി വിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ സന്തോഷ് ട്രോഫിയിലൊക്കെ റേഡിയോയിൽ കേട്ട് വളർന്നത്. വേൾഡ് കപ്പൊക്കെ റേഡിയോയിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അങ്ങോട്ട് മറോട്ടണം എന്ന് പറഞ്ഞൊരു വ്യക്തി നമ്മുടെ വേൾഡിൽ അങ്ങനെയാണ് ഫുട്ബോളിൽ ഭയങ്കര ആരാധന. നമ്മൾ കളിച്ചു. ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നന്നായി കളിക്കണം എന്നുള്ള. ചെറുപ്പത്തിൽ എന്ന പോലെ കളിക്കണം എന്നൊക്കെ. ചെറുപ്പത്തിൽ വിജയൻ എന്നൊരു വ്യക്തിയാണ് എൻ്റെ മൈൻഡിലേക്ക് ആദ്യം വന്നൊരു ഇന്ത്യൻ ഫുട്ബോൾ ഇങ്ങനെയാണുള്ളത്. ആളുകൂടെ അതെ ആളെപ്പോലെ കളിക്കണം എന്നുള്ളൊരു ഇതിലായിരുന്നു വന്നത്. പിന്നെ മനസ്സിലെ ആളെപ്പോലെ കളിക്കാൻ പറ്റില്ല, ആൾക്ക് ആൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്തയായിരുന്നു. പിന്നെ അങ്ങനെ ജോപ്പിളാട്ടിനെ പരിചയപ്പെട്ടു. ജോപ്പിളാട്ടിന് ഒരു ലെഫ്റ്റ് ഫുട്ടറായിരുന്നു, ഞാനൊരു ലെഫ്റ്റ് ഫുട്ടറായിരുന്നു. അപ്പോൾ ആളെപ്പോലെ കളിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. എന്തായാലും ഇന്ത്യക്ക് വേണ്ടി കളിക്കണം ചെറുപ്പത്തിലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ സ്കൂൾ തൊട്ട് തന്നെ ഇന്ത്യൻ ക്യാമ്പിലുണ്ടായിരുന്നു. സ്കൂൾ ഇന്ത്യൻ ക്യാമ്പിൽ അത് സ്കൂൾ സ്റ്റേറ്റ് ലെവലിൽ കളിച്ചു. അപ്പോൾ സ്കൂൾ ഇന്ത്യൻ ക്യാമ്പിലേക്ക് വിളിച്ചു. കൽക്കട്ടയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ കൽക്കട്ട ഡർബി നമ്മൾ ആ ക്യാമ്പിൽ വെച്ചിട്ട് തന്നെ കൽക്കട്ട ഡർബി എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഇതാണ് ഫുട്ബോൾ എന്നുള്ള ചെറുപ്പത്തിൽ തന്നെ ഒരു മോഹമായിരുന്നു കൽക്കട്ട കളിക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു ചുറ്റുപാടിൽ പിന്നെ കളി തുടർന്നു. പിന്നെ മുന്നോട്ട് പോയി. സ്കൂൾ കഴിഞ്ഞപ്പോൾ തന്നെ ഏറ്റവും പ്ലസ് പോയിന്റ് കിട്ടിയത് എന്ന് വെച്ചാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കളിക്കാൻ പറ്റിയതാണ്. അതിൽ ഉസ്മാൻ ഗോയ കേട്ടിട്ടുണ്ടാവും. ഏറ്റവും മൂത്ത സമയത്തിലെ ഏറ്റവും ബെസ്റ്റ് കോച്ചാണ്. ഒരുപാട് ആൾക്കാർക്ക് ഒരു വഴികാട്ടിയാണ്. മുത്തത്ത് സാർ കുറ്റമഞ്ഞിലാണ്. ഇവരെ കൂടെ അണ്ടറിൽ ഒരുപാട് പ്രാവശ്യം ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി. യൂണിവേഴ്സിറ്റി കളിച്ചു. അത് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി. നല്ലൊരു കുറേ ചെറിയ ഉസ്മാൻ സാറെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു വ്യക്തി. ഇത്രയും നല്ലൊരു വ്യക്തി ചിലപ്പോൾ ഉണ്ടാവില്ല. നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ കളിക്കുന്നതായിട്ട് ചേട്ടനോട് എക്സ്പീരിയൻസ് ചോദിച്ചു. പ്ലസ് ചേട്ടൻ ഇപ്പോൾ കളിച്ച പ്ലെയേഴ്സ് വൈച്ചംബൂട്ടിയ ഒരു ഇന്ത്യൻ ലെജൻഡ് തന്നെയാണ്. ഇപ്പം ബൂട്ടിയാണ് യൂഷ്വലി ആൾക്കാർ പറഞ്ഞത് ഗ്രേറ്റസ്റ്റ് ലെജൻഡ് ടു പ്ലേ ഫോർ ഇന്ത്യ. ക്ലൈമാക്സ് ലോറൻസ്, ഇപ്പോൾ റിട്ടയർ മെഹ്താ ഹുസൈൻ, അങ്ങനെ കുറേ ആൾക്കാരോട് ചേട്ടൻ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടനോട് കളിച്ച പ്ലെയേഴ്സിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പാക്ട്ഫുൾ പ്ലെയർ അല്ലെങ്കിൽ ചേട്ടന് തോന്നിയ ബെസ്റ്റ് പ്ലെയർ ചേട്ടൻ കളിച്ച കൂടെ ടീമിൽ കളിച്ച കൂടെ ആരാണ്? കളിച്ചത് ഏറ്റവും വിജയൻ തന്നെയാണ്. ചേട്ടൻ്റെ കൂടെയാണ് ജോപ്പിളാട്ടൻ ബൈജും കൂട്ടിയായി 3 പേരെ കൂടെ എനിക്ക് എൻ്റെ 20ാമത്തെ വയസ്സിൽ കളിക്കാൻ പറ്റി സീനിയർ ടീമിൽ. അപ്പോൾ ഞാൻ കളിക്കുമ്പോൾ ഞാൻ കളിച്ചതിന് ശേഷമാണ് ഇവരെ ക്ലൈമാക്സ് ഇവരൊക്കെ വന്നത്.
അപ്പോൾ എനിക്ക് നല്ലൊരു അനുഭവം അതിൻ്റെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് വിജയേട്ടൻ എൻ്റെ ലൈഫിലെപ്പോൾ കഴിഞ്ഞ് ഉള്ളവർക്ക് വേറെ ഞാൻ ജോബിലായിട്ട് ഞാൻ ഒരുപാട് ആരെപ്പോലെ കളിക്കാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ വിജയേട്ടനെ പോലെ തന്നെ വിജയേട്ടനെ പോലെയാണ് ജോബിലായിട്ട് പോലെയാണ് കളിക്കാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഞാൻ ശരിക്കും ബൈജുംകുട്ടി ഡിഫറെൻറ്റ് പ്ലെയറാണ്. ഇതിൻ്റെ അകത്ത് എങ്ങനെ ഗോൾ അടിക്കാനായിട്ടും പറയാൻ പറ്റും. പക്ഷേ വിജയേട്ടൻ ഓരോ ഫുള്ള് ആയിട്ടൊരു ഫുട്ബോൾ പ്ലെയറാണ്. എന്താ ആരെയും കളിപ്പിക്കും ഗോൾ അടിപ്പിക്കും എല്ലാം കഴിവുള്ള. ബൈജുംകുട്ടി നല്ലൊരു ഫൈറ്ററാണ്, നല്ലൊരു ലീഡറാണ്. രണ്ടുപേരും ഇഷ്ടമാണ്. കാരണം എൻ്റെ ക്ലബിലും ബൈജുവിൻ്റെ കൂടെ കളിച്ചിട്ടുണ്ട്, നാഷണൽ ടീമിലും കളിച്ചിട്ടുണ്ട് ഒരുപാട് കൊല്ലം. എന്നാൽ എൻ്റെ ബെസ്റ്റ് പ്ലെയർ ആയിട്ടൊന്നും എൻ്റെ മനസ്സിൽ നിന്നും വിജയേട്ടൻ അതുപോലത്തെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്ലെയർ ആയിട്ട് വന്നിട്ടില്ല. വിജയേട്ടൻ യൂഷ്വലി ഇപ്പോൾ നമ്മളെ ഇപ്പോൾ വലിയ ഫുട്ബോളിൽ വിജയൻ എന്നുള്ള ഒരു വ്യക്തിക്ക് കിട്ടേണ്ട ക്രെഡിറ്റ് ഇന്റർനാഷണലി കിട്ടിയിട്ടുണ്ടാവില്ല. ബിക്കോസ് ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പോൾ ഇല്ല ആ ഒരു ലെവലിലല്ല. ഇപ്പോൾ 2017 നമ്മളിപ്പോൾ അണ്ടർ-17 വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്തു. കൊച്ചിയിൽ വരെ മാച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ 2020 ഇപ്പോൾ അനൗൺസ്മെന്റ് നടന്നിട്ടുണ്ട് വിമൻസ് വേൾഡ് കപ്പ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ ഇപ്പോൾ ഇല്ല ആ ഒരു ഹൈപ്പ്, ISL കൊണ്ടുവന്ന ആ ഒരു ഹൈപ്പ്, ഇന്ത്യൻ ഫുട്ബോളിൽ വന്ന ആ ഹൈപ്പ് പണ്ടത്തെ കാലം ഉണ്ടായിരുന്നില്ല. പ്ലസ് പണ്ടത്തെ കാലം ഈ ഉണ്ടാകുന്ന ഒരു സപ്പോർട്ടും നമ്മൾ ഉണ്ടായിട്ടുണ്ടാവില്ല. സോ വിജയേട്ടന് കിട്ടേണ്ട ആ ഒരു എക്സ്പോഷർ ഒരു വേൾഡിൽ ഇല്ല ഒരു കാരണം പുള്ളിക്കാരൻ വളരെ നല്ല പ്ലെയർ ആയിരുന്നു. ഇപ്പം പറഞ്ഞ പോലെ ഒരു ഓൾറൗണ്ട് പ്ലെയർ ആയിരുന്നു. ഇപ്പോൾ മലയാളികൾ ഇപ്പോൾ ആരോടും ചോദിച്ചാലും വിജയേട്ടന് എല്ലാവർക്കും അറിയാം. ബട്ട് ആ ഒരു എക്സ്പോഷർ വേൾഡിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് അതൊരു ആക്ച്വലി സെറ്റ് ബാക്ക് പോലെയാണ്. നമ്മളൊരു ആൾക്കാർക്കൊരു സെറ്റ് ബാക്ക് പോലെയാണ്. അപ്പോൾ ഈ കാലത്തുണ്ടാകുന്ന ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ടെലിവിഷൻ കവറേജ്, ഒരു മീഡിയ കവറേജ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വിജയേട്ടൻ ഭയങ്കര ഫേമസ് ആയിപ്പോയി ആ ഒരു കാലഘട്ടത്തിൽ. കാരണം വിജയേട്ടൻ ഈസ്റ്റ് ബംഗാൾ കളിക്കുമ്പോൾ തന്നെ നല്ല നല്ല പ്ലേയേഴ്സിനോട് കളിച്ചാണ്. അവിടെ നല്ല ഇമ്പാക്റ്റും വന്നിട്ടുണ്ട്. നാഷണൽ ടീമിൻ്റെയും വിജയേട്ടൻ്റെ റെക്കോർഡാണല്ലോ ഇപ്പോൾ ഛേത്രി അവർ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. സോ ചേട്ടന് ഇപ്പോൾ പണ്ടത്തെ ഇന്ത്യൻ ഫുട്ബോളും ഇപ്പോഴത്തെ ഇന്ത്യൻ ഫുട്ബോളിൽ ആ വ്യത്യാസം ഇപ്പോൾ അങ്ങനെയാണ് പറയാം. ഇല്ല, പണ്ടത്തെ ഫുട്ബോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര ഇതായില്ല, മാധ്യമങ്ങളും ഇതൊന്നും ഇത്ര ഒരു കവറിങ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യൻ ഫുട്ബോൾ. മാക്സിമം പോലെ ഒരു ലാസ്റ്റ് വന്ന സീ സ്പോർട്സ് എന്ന് പറഞ്ഞൊരു സംഭവം അത് മാത്രമേ ഉണ്ടായിരുന്നു. അത് ഏകദേശം ചില സമയത്ത് ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ കളി ഉണ്ടായി. കാരണം അവർക്ക് എന്നാണ് ടൈം, ആ സമയത്താണ് കളി വെക്കുക. കാരണം നമ്മളൊക്കെ കളിക്കുന്ന സമയത്ത് 2 മണിക്കൊക്കെ കളിച്ച ദിവസങ്ങളുണ്ട്. പക്ഷേ നമ്മളെ വിജയേട്ടൻ്റെ ആ കാലഘട്ടത്തിൽ ചിലപ്പോൾ വിജയേട്ടനെക്കാട്ടി നല്ല പ്ലേയേഴ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളാരും അത്ര അറിഞ്ഞിട്ടില്ല. കാരണം നമ്മളെ സാഹചര്യമാണ്. കാരണം ഒന്നാമത് TV മാധ്യമങ്ങൾ വളരെ കുറവായിട്ടൊരു സംഭവമാണ്. ഒന്നാമത് ഇപ്പോഴത്തെ മൊബൈലിൽ വാട്സപ്പ് ഫേസ്ബുക്കൊന്നും ഇല്ല. പക്ഷേ എനിക്കൊന്ന് വിജയേട്ടനെ പോലത്തെ ഒരു പ്ലെയർ ഞാൻ എൻ്റെ ഇതുവരെ ഒരു ലൈഫിൽ കണ്ടില്ല ഇന്ത്യയിൽ. പക്ഷെ അയാൾ എന്തുകൊണ്ട് ഇത്ര ഇതിലേക്ക് വന്നില്ല എന്ന് വെച്ചാൽ ഒന്നാമത് മലയാളിയാണ്, സൗത്ത് ഇന്ത്യൻ ഇതാണ് ആരും ഒരു ഇത്. കാരണം എനിക്കൊന്ന് വിജയേട്ടന് എല്ലാവരെക്കാട്ടും മുമ്പേ പത്മശ്രീയും അർജുനോടൊക്കെ വിജയേട്ടൻ ആദ്യം കിട്ടുന്നുണ്ട്. പക്ഷെ അതൊക്കെ ലേറ്റ് ആയിട്ടാണ് വിജയേട്ടനെ കിട്ടിയത്. ഇപ്പോൾ പത്മശ്രീ ഇതുവരെ പരിഗണിച്ചിട്ട് പോലും ഇല്ല. എൻ്റെ ഒരു ഇതാണ് ഒരു പ്ലെയർ എന്ന നിലയിലും ഒരു ചേട്ടൻ എന്ന നിലയിലും വിജയേട്ടനുള്ള ഒരു ഇതാണ്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ISL എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം മാർക്കറ്റിംഗ് ലെവലിലാണ് ISL വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ ആ സമയത്ത് കളിക്കുന്ന ഒരുപാട് നല്ല നല്ല സ്റ്റാൻഡേർഡ് പ്ലേയേഴ്സിനെ നമുക്ക് മിസ് ചെയ്തു. ഇപ്പോൾ ISL ഇത്ര ലേറ്റ് ആയി തുടങ്ങിയത് കാരണം. പിന്നെ എനിക്കച്ച വിജാൻ്റെ കൂടെ ഇംഗ്ലണ്ടിലേക്ക് കളിച്ചപ്പോൾ ഇംഗ്ലണ്ടിൽ ഫുള്ളാമിനെതിരൊക്കെ ഗോൾ അടിച്ചപ്പോൾ കോച്ചിനെ വന്നിട്ട് ആകെ അതിശയിച്ചിട്ടുണ്ട് വിജയേട്ടൻ്റെ ഗോൾ കണ്ടിട്ട്. ഇത്രയൊരു പ്ലെയർ, ഇങ്ങനെ ഒരു പ്ലെയർ ഒക്കെ ഉണ്ടായിട്ടും കാരണം വിജയേട്ടനൊക്കെ ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു മാസം അതൊക്കെ. കാരണം വിജയേട്ടൻ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മളൊക്കെ വിജയേട്ടൻ്റെ കൂടെ കളിക്കുന്നത്. അതൊക്കെ ഒരു ഭയങ്കര ഒരു ഇതാണ്. അത് ജനങ്ങൾ അറിയാതെ പോയി. എന്ന് വെച്ചാൽ പുറത്തുള്ളവരും അറിഞ്ഞില്ല. കാരണം വിജയേട്ടന് പുറത്തു പോകാൻ കളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും വിജയേട്ടൻ പോയും ഇല്ല. നിങ്ങൾ കുറച്ച് കാരണം എനിക്കൊന്നൊന്ന് ശരിക്കും പറഞ്ഞ ഒരു വിജയേട്ടനത് പറഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേഷൻ്റെ ഭാഗം എഡ്യൂക്കേറ്റഡ് ആവാൻ നമ്മൾ പ്ലേയേഴ്സ് ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം എന്നുള്ളൊരു വിജയേട്ടൻ തന്നെ കഴിഞ്ഞ 2 ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ശരിയാണ്. കാരണം നമ്മൾ കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം എല്ലാ കാര്യത്തിലും. നമ്മൾ വെറും ഫുട്ബോൾ മാത്രം കളിച്ച് വീട്ടിൽ ഒതുങ്ങിക്കൂടാണ്. പക്ഷേ അതിന് ഡിഫറെൻ്റാണ് ബൈജുംകുട്ടി എല്ലാം ഒരേ ഇതിൽ കൊണ്ടുപോയത്. ഫുട്ബോളും അവരും പോകേണ്ട രീതി വഴികളെല്ലാം നല്ലൊരു ഇതുണ്ടായിരുന്നു. അതൊരു ഡിഫറെൻറ്റ് വന്നത്. ഇപ്പോൾ ഇല്ല ആ ഒരു ഫുട്ബോളിൽ ആ ഒരു എക്സ്പോഷർ, മീഡിയ എക്സ്പോഷർ പണ്ടത്തെ കാലം ഉണ്ടായിരുന്നില്ല. സോ ഇപ്പോൾ പണ്ടൊക്കെ ഇപ്പോൾ നമ്മൾ കുട്ടികളായി നമ്മൾ കാണുന്ന TV ആദ്യം കാണാൻ പോകുന്നത് ക്രിക്കറ്റായിരുന്നു. അപ്പോൾ ക്രിക്കറ്റ് വേൾഡ് കപ്പിന് ഭയങ്കരമായിട്ടുള്ള ഹൈപ്പ് ഉണ്ടായിരുന്നു. പണ്ട് ക്രിക്കറ്റ് ഇന്ത്യ ഒരു ക്രിക്കറ്റിംഗ് നേഷനായി മാറി. സോ ഇവിടെ നമ്മളെ നാഷണൽ സ്പോർട്സ് ആയ ഹോക്കി വരെ ആ ഒരു എക്സ്പോഷർ ഇല്ല. ആക്ച്വലി ക്രിക്കറ്റ് ഡോമിനേറ്റഡ് നേഷനായിരുന്നു ഇന്ത്യ. ബട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിയ ISL കാരണം പ്ലസ് നമ്മുടെ 2000 ആ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ പ്രീമിയർ ലീഗൊക്കെ വരാൻ തുടങ്ങിയത് TV. ഇപ്പം 2010 ആവുന്നതിനടുത്ത് ലാ ലീഗയും റെഗുലർലി ബ്രോഡ്കാസ്റ്റ് ആവാൻ തുടങ്ങി. ഇപ്പം നമുക്ക് ബണ്ടസ് ലീഗ് ഉണ്ട്, സീരിയ ഉണ്ട്, എല്ലാ ലീഗും നമുക്കിപ്പോൾ കാണാൻ പറ്റും. സോ കുട്ടികളിപ്പോൾ ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്ത് ISL ആ ഒരു ഹൈപ്പും കാരണം ഫുട്ബോൾ തുടങ്ങി.
ഇപ്പം ഫുട്ബോൾ ഇപ്പം ഭയങ്കര എന്താ പറയുക ഭയങ്കര എക്സ്പോഷർ ഉള്ള ഒരു ഗെയിമാണ് ഇപ്പോൾ ഫുട്ബോളായിട്ട്. നല്ല അറ്റൻഷൻ ഉണ്ട്. കുറേ കുട്ടികൾ ഇപ്പോൾ ഫുട്ബോളർ ആവണം, ഫുട്ബോൾ കളിക്കണം, നമുക്ക് ഇന്ത്യൻ ടീമിൽ കളിക്കണം എന്നുള്ള റെപ്രസെൻ്റ് ചെയ്യാൻ. നമ്മളെ ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ കുറച്ച് നല്ല യങ്സ്റ്റേഴ്സ് ഉണ്ട്. അൻഡ്രു ഠാപ്പ, ഉദാന്ത സിംഗ്, പിന്നെ സഹൽ ഇപ്പം under-23 ആണ്. സഹൽ ഇപ്പോൾ ഇപ്രാവശ്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് മോശമായിരുന്നു. ബട്ട് സ്റ്റിൽ സഹലിൻ്റെ പെർഫോമൻസൊക്കെ നല്ലതായിരുന്നു. ഇപ്പം ഒരുവിധ എല്ലാ ഫുട്ബോൾ പണ്ഡിറ്റ്സും ഫുട്ബോൾ അറിയാവുന്ന മെയിനായിട്ടുള്ള ഫാൻസ് പ്ലസ് ഇവരെല്ലാവരും സഹലിനെ ഭയങ്കര പ്രൈസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ISL ഈവൻ ദോ അതൊരു മാർക്കറ്റിംഗ് ഇതാണെങ്കിലും നമ്മുടെ ഫോറിൻ നല്ലോണം ആയിട്ട് ഫോറിനിൽ ISLന് ഭയങ്കരമായിട്ട് കവറേജ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളെ ആർസണലിൻ്റെ മാനേജർ ആർസൺ വെങ്കറൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഫ്യൂച്ചർ നല്ലതാണ്. പ്ലസ് നമ്മുടെ ഇപ്പോഴത്തെ റീസെൻറ്റ് ഇത് കാരണം ഏഷ്യൻ കപ്പ് പെർഫോമൻസ് അതിന് മുമ്പേ നമ്മൾ ഇന്ത്യൻ ടീം നാഷണൽ ടീം ടോപ്പ് 100-ൻ്റെ എത്തി റാങ്കിങ്സിൽ. അതൊക്കെ വലിയ അച്ചീവ്മെൻറ്റ്സ് ആണ് ഇന്ത്യൻ ഫുട്ബോളിന്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്യൂച്ചർ നോക്കിയാൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഫ്യൂച്ചർ ഇപ്പം നല്ല ബ്രൈറ്റ് ആൻഡ് വണ്ടർഫുൾ ആണ്. സോ ചേട്ടൻ എന്ന് പറയുന്നത് ഓൾസോ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ ഇനിയൊക്കെ 2 ടീമിനും കളിച്ച. ആക്ച്വലി മോഹൻ ബഗാന് കളിച്ചതിന് ശേഷം മഹീന്ദ്ര യുണൈറ്റഡിലേക്ക് ട്രാൻസ്ഫറായി. അതിനുശേഷം സയ്യിദ് തന്നെയാണോ ചേട്ടന് ഈസ്റ്റ് ബംഗാളിലേക്കും സുഭാഷ് ഭൗമിക്ക വാങ്ങിച്ചു. കറക്റ്റ്. അപ്പോൾ സുഭാഷ് ഭൗമിക്ക് ചേട്ടനെ വാങ്ങിച്ചു ഈസ്റ്റ് ബംഗാളിൽ. സോ അവിടെ 7 ഇയേഴ്സ് ചേട്ടൻ ഈസ്റ്റ് ബംഗാളിൻ്റെ കളിച്ചു. ഡിഫൻസ് സെൻറ്റർ ബാക്ക് ആയിരുന്നു. അപ്പം ചേട്ടൻ ക്യാപ്റ്റൻ വരെയായിരുന്നു ഈസ്റ്റ് ബംഗാളിൽ. അപ്പം ഈ കൊൽക്കത്ത ഡർബി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭയങ്കര ഫീലിയസ് ഗെയിമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അതിൽ കളിക്കുക, കാരണം ഫാൻസ് ആ ബംഗാൾ ആ സൈഡിലുള്ള ഫാൻസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. ഈവൻ ദോ ക്രിക്കറ്റ് ഡോമിനേറ്റിംഗ് നേഷനാണ് ഇന്ത്യ, അങ്ങനെയാണെങ്കിലും അവിടെയുള്ള ഫുട്ബോൾ ഫാൻസ് ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ എന്നൊക്കെ പറഞ്ഞാൽ അവർ ജീവൻ പോലെയാണ്. കൽക്കട്ടയിലേക്ക് ഷഫലി കൽക്കട്ടയിലേക്ക് സത്യേട്ടൻ കൽക്കട്ടയിലേക്ക് നമ്മൾ പത്രത്തിലൂടെ വായിച്ചിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. കൽക്കട്ടയാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ എല്ലാം കൽക്കട്ടയിൽ കളിക്കുക ഒരു എന്താ പറയുക എല്ലാവരുടെയും സ്വപ്നം. ഇവരൊക്കെ ഇന്റർവ്യൂലൊക്കെ നമ്മൾ വായിക്കും, പത്രത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ വായിക്കും. അപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം കൽക്കട്ടയിൽ കളിക്കണം. അപ്പോൾ ഞാൻ ഇലക്ട്രോണിലായിരുന്നു ആദ്യം കളിച്ചുകൊണ്ടിരുന്നത്. ഇലക്ട്രോണിൽ കളിച്ചു, ഒരു പ്രൊഫഷണൽ ഒരു നല്ലൊരു പ്ലെയർ എന്ന രീതിയിൽ ഇലക്ട്രോണിൽ കളിച്ചു. ഇലക്ട്രോണിൽ നേരെ ടൈറ്റാനിൽ ജോലി കിട്ടി. ടൈറ്റാനിൽ 3 കൊല്ലം കളിച്ചു. അപ്പോഴാണ് ഞാൻ under-21 ഇന്ത്യൻ ടീമിൽ under-23 ഇന്ത്യൻ ടീമൊക്കെ കളിച്ചു. ആ സമയത്ത് ഞാൻ കൽക്കട്ടയിൽ പോയി കളിച്ചിട്ടുണ്ട് ഈ ഇന്ത്യൻ ടീമിൻ്റെ കളികളൊക്കെ. അപ്പോഴത്തെ നമുക്ക് ആ ഫുട്ബോളിൻ്റെ അത് അവിടെ അറിയാം, എന്താണ് അവിടുത്തെ ഫുട്ബോൾ പ്ലേയേഴ്സിനോടുള്ള ആരാധനയും അവരുടെ ബഹുമാനങ്ങളും കാര്യങ്ങളും മനസ്സിലൊരു ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ടീം വിളിച്ചാൽ പോകാമെന്നുള്ളൊരു ഇതിലായിരുന്നു. അങ്ങനെ സന്തോഷ് ട്രോഫി, തൃശ്ശൂർ സന്തോഷ് ട്രോഫിയിൽ ഞങ്ങൾ വിജയാട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു ടീമിൽ. അപ്പോൾ തന്നെ മോഹൻ ബഗാൻ വന്നിട്ട് ഓഫർ വന്നു സെമിഫൈനൽ കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ സെമിഫൈനൽ വിൻ ചെയ്തു. അപ്പോൾ വിജയാട്ടനോടും ലോക്കലോട്ടിനോടും സംഭവം ചോദിച്ചു. എനിക്ക് മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ പോയിക്കാൻ പോലത്തെ ഒരു സ്ഥലം എനിക്ക് കിട്ടാൻ പോകില്ല. ഓക്കെ, വലിയൊരു ഫുട്ബോൾ പ്ലെയർ വളരണമെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റിയൊരു സ്ഥലം അവിടെയാണ്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അപ്പോൾ തന്നെ മോഹൻ ബഗാൻ സൈൻ ചെയ്തു. ലീഗ് ആ വർഷം തന്നെ ഞാൻ സീനിയർ ഇന്ത്യയും കളിച്ചു. മാലിയിൽ വെച്ച് നടക്കുന്ന ഇൻഡിപെൻഡൻറ്റ് കപ്പ് അതാണ് എൻ്റെ സീനിയർ 2000 ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തന്നെ വന്നു. പിറ്റേ തന്നെ ഞാൻ മോഹൻ ബഗാനിൽ പോയി. ആദ്യത്തെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ കൽക്കട്ടയിലെത്തി ആദ്യത്തെ വെച്ചാൽ ഷോർട്ട്ലെറ്റ് ഗ്രൗണ്ട് എന്ന് വെച്ചാൽ നമ്മളൊരു അണ്ടറിലൂടെ പോയി മുകളിലോട്ട് കയറുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നടന്ന വാമപ്പിന് വേണ്ടി ഇതിലേക്ക് കയറിയപ്പോൾ ഗ്രൗണ്ടിലേക്ക് കയറിയപ്പോൾ തന്നെ ഭയങ്കര ഇടിമുഴക്കം പോലത്തെ ശബ്ദങ്ങളാണ്. പക്ഷേ ഞാൻ ആദ്യമൊന്നും അതിശയിച്ചു, ഇത്രയും ജനങ്ങൾ വന്ന് കളി കാണുന്ന ഒരു സ്ഥലം, ഇത്രയും വലിയൊരു സ്റ്റേഡിയം ഇതിൻ്റെ അകത്ത്. കാരണം നമ്മൾ ആ കളിയൊക്കെ ഞാൻ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പോയപ്പോൾ ഡെർബിയൊക്കെ ഞാൻ ഗാലറിയിൽ നിന്ന് കണ്ടിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ. പക്ഷെ നമ്മൾ വീണ്ടും അതിൻ്റെ അകത്താണ്, ഇത്രയും ജനങ്ങളും ഇതൊക്കെ ആയിട്ടുള്ള ഇത്. പക്ഷേ എനിക്ക് അന്നും ജനങ്ങളെ വെച്ചാൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരുപാട് സെവൻസ് ഗ്രൗണ്ട് മലപ്പുറം കളിച്ചു വളർന്ന മലപ്പുറം ഞാൻ ഒരുപാട് സെവൻസ് ഇതിനെക്കാട്ടും നമ്മളെ സെവൻസ് ഗ്രൗണ്ടിൽ ഇത്രയും കാണികൾ ഇതൊക്കെ കണ്ടുപോകുന്നുണ്ട് എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. എന്നാലും ഈ ഒരു നല്ലൊരു അനുഭവം. ആദ്യമായിട്ട് ആ ഗ്രൗണ്ടിൽ വന്നപ്പോൾ ആദ്യമായിട്ട് ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ മാച്ചിന് ഇത്രയും ജനങ്ങളെ നടക്ക് കളിക്കുക എന്ന് വെച്ചാൽ നല്ലൊരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. എൻ്റെ അല്ല, ഏതൊരു പ്ലെയറും ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവം ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ മാച്ച് ഒരു ദിവസം ആ ഗ്രൗണ്ടിൽ കളിക്കണം എന്നുള്ളൊരു ഇതാണ്. അത് എന്തായാലും അന്ന് സാധിച്ചു. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരുപാട് പുതിയ പ്ലേയേഴ്സ്, ഒരുപാട് നല്ല അന്നേരം ടീമൊക്കെ നമ്മുടെ ടീമിലുണ്ടായിരുന്നു. മോഹൻ ബഗാനിൽ ഒമല്ലോ എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പർ ഉണ്ടായിരുന്നു. പിന്നെ ഏകദേശം സുബ്രത ഭട്ടാചാര്യായിരുന്നു കോച്ച്. അങ്ങനെ ഒരുപാട് സത്യജിത് ചാറ്റർജി, അങ്ങനെ നല്ല നല്ല പ്ലേയേഴ്സൊക്കെ അതിലുണ്ട്. തുഷാർ റഷീദ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല തുഷാറാണ് ഈസ്റ്റ് ബംഗാളായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം നല്ലൊരു പ്ലേയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെയൊക്കെ കളിക്കാൻ പറ്റിയിട്ടുണ്ട്. ബീർ സിംഗ്, അങ്ങനെ നല്ല പഴയ നല്ല സ്റ്റാറുകളൊക്കെ ഉള്ളൊരു ടീമാണ് ബാസ്കറ്റ് ബംഗാളിലേക്ക്. അപ്പോൾ ആദ്യമായിട്ട് വന്നൊരു പയ്യനെന്ന നിലയിൽ ഭയങ്കര ഇതായിരുന്നു. നല്ലൊരു പെർഫോമൻസ് ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് എന്തോ ഒരു ഇത് തന്നു, നല്ലൊരു ഓഫർ മഹീന്ദ്ര തന്നു.
പക്ഷേ മഹീന്ദ്രയിലെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫുട്ബോൾ ഇവിടെയല്ല, ശരിക്കും ഫുട്ബോൾ കൽക്കട്ടയിൽ തന്നെയാണ്. കാരണം കൽക്കട്ടയിൽ ജീവിക്കുന്ന ഫുട്ബോൾ പ്ലെയറും ബോംബെയിൽ ജീവിക്കുന്ന ഫുട്ബോൾ പ്ലെയറും ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം 100 തമ്മിൽ വ്യത്യാസമാണ്. കാരണം ബോംബെയിൽ ഒരാളും തിരിച്ചറിയില്ല. കൽക്കട്ടയിൽ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആകെ ഗാംബിൽ മാത്രമേ സമയത്തുള്ളൂ. പക്ഷേ ഇത്രയും ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഉണ്ടായിട്ട് ഒരു ഇന്ത്യ പ്ലെയർ മാത്രം ഗാംബിൽ മാത്രമേ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഫുട്ബോൾ പ്ലേയേഴ്സിൽ നിന്ന് ഇത്രയും റെസ്പെക്ട് കിട്ടുന്ന സ്ഥലം ഇന്ത്യയിൽ വേറൊരു സ്ഥലം. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഫുട്ബോളിംഗ് ഹാർട്ട് എന്ന് പറയാൻ പറ്റും. അവിടെയാണല്ലോ നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ മെയിൻ പ്ലേയേഴ്സ് ഒക്കെ വരുന്നത്. ഡാബി പറയുന്ന പോലെ അത് വേണം ബെസ്റ്റ് മാച്ച് ആവണമെങ്കിൽ തന്നെ അവിടെയാണ്. ഇപ്പോൾ ഈ ടാറ്റ ഫുട്ബോൾ അക്കാഡമിക്ക് വന്നതിന് ശേഷം അവിടുന്ന് പ്ലേയേഴ്സിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഇപ്പം ISL കുറച്ച് മുമ്പ് ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ മിസോറാം സന്തോഷ് ട്രോഫി വിൻ ചെയ്യാൻ തുടങ്ങിയ ശേഷം പിന്നെ വീണ്ടും നമ്മൾ അവിടുന്ന് പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ കൽക്കട്ടയിൽ ശരിക്കും ആ സമയത്ത് നമ്മുടെ ടീമിലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. മണിപ്പൂരായിരുന്നു ആദ്യം, പിന്നെയാണ് മിസോറാമിലേക്ക് മാറിയത്. മിസോറാം ഒരുപാട് നല്ല പ്ലേയേഴ്സൊക്കെ വന്നു. പക്ഷേ മിസോറാം ശരിക്കും ഗ്രാസ് റൂട്ട് ലെവലിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തു, മുന്നേ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിവിടേക്ക് ഇപ്പോൾ അക്കാഡമീസ് തുടങ്ങിയിട്ടുള്ളൂ കേരളത്തിലേക്ക്. പക്ഷെ കൽക്കട്ടേൻ്റെ എക്സ്പീരിയൻസ് ഇതാണ്. കാരണം വീണ്ടും ഞാൻ ബോംബെയിൽ നിന്ന് തിരിച്ച് കൽക്കട്ടയിൽ വന്ന് 7 വർഷം കളിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ട്രോഫികൾ നാഷണൽ ലീഗ് 2 പ്രാവശ്യം കണ്ടിന്യൂ ജയിക്കാൻ പറ്റി. ഏഷ്യാൻ കപ്പ് ആക്ച്വലി ഏഷ്യൻ കപ്പ് 17 ടീമുകളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. 17 ടീമുകളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഈസ്റ്റ് ബംഗാളിൽ നിന്ന് അത് ജയിക്കുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ് ചേട്ടൻ പറഞ്ഞത്. പ്ലസ് സാഫ് കപ്പ് ഇന്ത്യക്ക് വേണ്ടി ജയിക്കുന്ന പറഞ്ഞാൽ വേറെ ഒരു ഇതില്ല. ബിക്കോസ് സാഫ് കപ്പ് നമ്മൾ ആ കാലഘട്ടത്തിൽ സാഫ് കപ്പ് ലൈക്ക് ഇന്ത്യൻ ഫുട്ബോളിനത് വലിയൊരു ടൂർണമെൻ്റ് ആയിരുന്നു ആക്ച്വലി. അപ്പം 2010 11 ആ ടൈമൊക്കെ ഞാൻ സാഫ് കപ്പൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലെബനൻ്റെ കൂടെ കളിച്ച് ജയിച്ചായിരുന്നു ഒരു മാച്ച് ഫൈനലിൽ സാഫ് കപ്പ് 2011-10 ആ ഒരു ടൈം ഫ്രെയിമിൽ. NP പ്രതിപാട്ടനൊക്കെ സ്ട്രൈക്കായി കളിക്കുന്ന നെഹ്റു കപ്പായിരുന്നു. ഓക്കെ സോറി, അത് നെഹ്റു കപ്പായിരുന്നു. സോ ഇന്ത്യൻ ഫുട്ബോളിനപ്പം നമ്മൾ ഇത്രയും ലിമിറ്റഡ് എക്സ്പീരിയൻസ്, ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടും നമ്മൾ ഈ ചില വരുന്ന ടൂർണമെൻറ്റ്സ് ഒക്കെ നമുക്ക് വലിയൊരു പ്രസ്റ്റീജ് പോലെയായിരുന്നു. നമ്മൾ വലിയ എന്താ പറയുക, നമ്മളത് വലിയൊരു ടൂർണമെൻറ്റ് പോലെ ആയിട്ടാണ് കാണാറ്. എന്നുവെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കളിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ക്ലബ്ബിൽ നിന്ന് മാക്സിമം ഒരാഴ്ചയാണ് ഇന്ത്യൻ ടീമിൻ്റെ ക്യാമ്പിൽ നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്ത്. അപ്പോൾ തന്നെ വലിയൊരു ടീമിന് ജപ്പാൻ്റെ അടുത്തോ അല്ലെങ്കിൽ സൗദി അടുത്തോ ആരെങ്കിലും UAE എവിടെയൊക്കെ പോയി കളിക്കുമ്പോൾ ആ ടീം ചിലപ്പോൾ 1-2 മാസത്തെ പ്രാക്ടീസും കഴിഞ്ഞിട്ടാണ് വരുന്നത്. കാരണം ഇന്ത്യൻ ടീമിന് അങ്ങനെ ഒരു ഇതുണ്ട്. ഒരു മാച്ച് ഇപ്പോഴത്തെ ഇന്ത്യൻ ടീം എന്ന് വെച്ചാൽ ഒരു മാച്ച് ചിലപ്പം 1 വർഷം മുമ്പേ കലണ്ടർ കിട്ടും. മുമ്പ് അങ്ങനെയില്ല. ഇപ്പോഴാണ് കളി വന്നിട്ടുണ്ട്, 8 മാസം കളിയാണ്. അപ്പോൾ ക്ലബിൻ്റെ കളി കഴിഞ്ഞിട്ട് ഒരു ആഴ്ചൻ്റെ ഗ്യാപ്പിലാണ് നമ്മൾ നാഷണൽ ടീം പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ പെട്ടെന്ന് വന്നു, കളിച്ചു, തട്ടിമുട്ടി പോയി കളിച്ചു, എന്താ പങ്കെടുക്കാൻ തിരിച്ചു വരാൻ നല്ലൊരു മെൻറ്റാലിറ്റി ആയിരുന്നു ആ സമയം. പക്ഷേ ഇന്നത്തെ സാഹചര്യം മാറി. കാരണം ഒരു ടൂർണമെൻറ്റ് മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ചുള്ള കുറേ പ്രാക്ടീസ് മാച്ചും ക്യാമ്പിൻ്റെ ഇതൊക്കെ കൂട്ടി, നമ്മൾ ട്രെയിനിങ്ങിൻ്റെ സമയങ്ങളൊക്കെ കൂട്ടി ഇപ്പം ഒരുപാട് മാച്ചസ് വന്നു. നമ്മളെ ഫുട്ബോളിൻ്റെ ശൈലിന് ഇപ്പം മാറി. പക്ഷേ നമ്മളെ ഇപ്പോഴത്തെ പ്ലേയേഴ്സിനൊക്കെ ഒരുപാട് നല്ല പ്ലേയേഴ്സ് അന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഇതേപോലെ അവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ത്യൻ ടീം പിന്നെ ഒരു നല്ലൊരു നിലയിലെത്തിയത്. നമ്മൾ പറഞ്ഞ പോലെ മീഡിയ സപ്പോർട്ടും കൂടി നമുക്ക് വേണം. ഒരു ആക്ച്വലി ഒരു സ്പോർട്ടിങ് കൺട്രിയിൽ വളരാൻ വേണ്ടി നമ്മൾ മീഡിയ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് മാറും. ഇപ്പോൾ ലേറ്റ്ലി ആ വേൾഡ് കപ്പ് നടന്നു, പിന്നെ ISL വന്നേ പിന്നെ ഭയങ്കര ബ്രാൻഡിങ്ങും മീഡിയ ഇതും കൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ഒരു നല്ല നിലയിൽ ഇപ്പോൾ എത്തിയെന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പോൾ സയ്യിദിൻ്റെ കളിച്ചു. സയ്യിദ് അർജുന അവാർഡ് വിന്നറാണ്. പ്ലസ് കോൺസ്റ്റന്റൈൻ ഉണ്ടല്ലോ കളിച്ചു. കോൺസ്റ്റന്റൈൻ ഇപ്പോൾ ഇതിൻ്റെ അടക്കാന്ന് ഇന്ത്യൻ നാഷണൽ ടീം കോച്ച് റിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഓപ്പൺ പൊസിഷനാണ് ആക്ച്വലി ഇന്ത്യൻ നാഷണൽ ടീം കോച്ച്. സോ നമ്മുടെ ട്രപ്പട്ടോണി പിന്നെ വേറെ 2014 വേൾഡ് കപ്പ് ടീമിൻ്റെ മാനേജർ ലിങ്ക് ആയിട്ട് പറഞ്ഞു. ആരാണ് പറഞ്ഞില്ല, അങ്ങനെ ലിങ്ക് ആയിട്ട് കേട്ടിട്ടുണ്ട്. ഈ കോൺസ്റ്റന്റൈൻ്റെ അകത്ത് കളിക്കുന്നതും സയ്യിദിൻ്റെ ടീമിൽ കളിക്കുന്നത് ടാക്ടിക്കലി അല്ലെങ്കിൽ മെൻ്റലി അവരെ പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു വ്യത്യാസം. ബിക്കോസ് സയ്യിദ് ഒരു ഇന്ത്യനാണ് കോച്ച്, പണ്ടത്തെ ഫേമസ് പ്ലെയറും കൂടിയാണല്ലോ. പിന്നെ കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്നത് ലോകം മൊത്തം കറങ്ങി നല്ലൊരു കോച്ചാണ്, നല്ല റെപ്യൂട്ടേഷൻ ചെയ്തൊരു കോച്ചാണ്. ഇവരെ രണ്ടാളും തമ്മിൽ ഡിഫറൻസസ്, രണ്ടാളും കളിക്കുന്ന ഡിഫറൻസ്, അവരെ മെത്തേഡ്സൊക്കെ. അല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം വന്നപ്പോൾ ഇന്ത്യൻ ടീമിൽ ശ്രീനാഥിൻ്റെ കളിച്ചത് ശരിക്കും നമ്മളെ സുഖീന്ദർ സിംഗിൻ്റെ സാറായിരുന്നു കോച്ച്. അത് കഴിഞ്ഞപ്പോൾ ഒരു അക്രം അഹമ്മദ് എന്ന് പറഞ്ഞപ്പോൾ മിലേനിയം കപ്പ് കൊച്ചിയിൽ വെച്ച് നടന്നപ്പോൾ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് ഇഞ്ചറിയും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യമായിട്ട് കോൺസ്റ്റന്റൈൻ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിട്ട് ടാറ്റ അവിടെയായിരുന്നു, അക്കാഡമിയിൽ അവിടെയായിരുന്നു നമ്മൾ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ. അപ്പോൾ ആദ്യം വന്നപ്പോൾ തന്നെ ഞാൻ നല്ല ഉറക്കിലായിരുന്നു. ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ആവേണ്ടത് അങ്ങനെ ഭയങ്കര മോശമായിട്ട് വന്നൊരു സമയമായിരുന്നു. ഞാൻ ഫസ്റ്റ് ക്യാമ്പിൽ ഞാൻ ഔട്ടായി.
ആൾ തന്നെ ഞാൻ തമ്മിലുള്ള ഒരു സൗന്ദര്യത്തിനൊക്കെ ചെറിയൊരു ഇതിൽ ഞാനൊന്ന് ടീമിൽ നിന്ന് പുറത്തായതായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി ഇന്ത്യൻ ടീമിൽ ഇയാൾ പോകുന്നവരെ ചാൻസ് ഇല്ല. അങ്ങനെ വിശ്വസിച്ചിട്ട് അവിടെ ഞാൻ റോക്കി പുരേറ്റ വിൽസൺ അതേപോലെ ഞങ്ങളൊക്കെ തിരിച്ചു പോകുന്നു. അപ്പോൾ ആ വർഷം അവർ LG കപ്പ് വിൻ ചെയ്തു ഇന്ത്യൻ ടീം. അപ്പോൾ ഞാൻ ഈസ്റ്റ് ബംഗാളിൽ കളിച്ചുകൊണ്ടുണ്ട്. പക്ഷേ ഇയാൾ നമ്മൾ നാഷണൽ ലീഗ് ഗോവയിൽ വെച്ച് നടക്കുമ്പോൾ ഇയാൾ ഗാലറിയിലുണ്ടായിരുന്നു. നമ്മൾ കോൺസ്റ്റന്റൈൻ ഇയാൾ കളി കഴിഞ്ഞിട്ടാണ് വന്ന് കളി കഴിഞ്ഞിട്ട് ഐ എം സോറി എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞാൻ ഒന്നും വിചാരിച്ചില്ല, കാരണം ഞാൻ ആളും അന്ന് പിരിഞ്ഞതാണ്. പിന്നെ കണ്ടില്ല. ഇപ്പോൾ സുഭാഷ് എനിക്ക് പിറ്റേന്ന് കാലത്ത് ഇന്ത്യൻ ക്യാമ്പിലേക്ക് വീണ്ടും തിരിച്ചു വിളിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ക്യാമ്പിൽ പോയി. ക്യാമ്പ് നമ്മൾ ഇവിടെ വെച്ചിട്ടായിരുന്നു, നമ്മളെ കൽക്കട്ട ബംഗ്ലാദേശിലെ ഗെയിംസ് ഇതായിരുന്നു. അപ്പോൾ ഞാൻ പോയി സാഫ് കപ്പിൻ്റേതാണ് ഗെയിംസ് എല്ലാം. അപ്പോൾ റൂമിലേക്ക് എന്നെ വിളിപ്പിച്ചു. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു പ്ലെയറെ ഒഴിവാക്കിയിട്ട് വീണ്ടും തിരിച്ചു വിളിക്കുന്നത്. ഞാനെൻ്റെ കളി കണ്ടിട്ടില്ല. ക്യാമ്പിലായിരുന്നു. ക്യാമ്പിൽ ഞാൻ കുറച്ച് ഉഴപ്പനായിരുന്നു, പ്രാക്ടീസിനും കാര്യങ്ങളൊക്കെ. ഇവർക്ക് അതൊക്കെ ചിന്തിക്കുന്നുണ്ട്, നമ്മളാ ചിന്തിച്ചില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ ഒഴിവാക്കിയത്. പക്ഷേ എൻ്റെ കളി ഞാൻ ഗാലറിയിൽ നിന്ന് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ എന്നെ തിരിച്ചു വിളിച്ചത്. നന്നായി കളിച്ചു, ഇതുപോലെ കീപ്പ് ചെയ്യണം നോക്കാം. അങ്ങനെയാണ് ആ ആളുള്ള സമയം വരെ ഞാൻ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു. ഒരു 4-5 വർഷം, അങ്ങനെ 4 വർഷത്തോളം അയാളെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ വിജയാട്ടുണ്ടായിരുന്നു, ചോപ്പറുണ്ടായിരുന്നു. അപ്പോൾ ആള് സ്വഭാവം വെച്ചവരാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഗ്രൗണ്ടിലും എല്ലാ കാര്യങ്ങളും ഭയങ്കര ഫൈറ്റിംഗ് സ്പിരിറ്റാണ്. അയാൾക്ക് അതാണ് വേണ്ടത്. കാരണം അതാണ് നമ്മളിൽ കൂടെ അയാൾ അതാ കണ്ടിട്ട് ആ ഫൈറ്റിംഗ് സ്പിരിറ്റ്. അപ്പോൾ അത് കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഒരുപാട് ടെക്നിക്കലായിട്ട് ഒരുപാട് നമ്മൾ ഇന്ത്യൻ കോച്ചിനെക്കാട്ടിയും ടെക്നിക്കലായിട്ട് ഒരുപാട് ഫോറിൻ കോച്ചിനോട് പഠിക്കാനുണ്ട്. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഫുട്ബോൾ പ്ലേയേഴ്സ് പെരുമാറുണ്ടെങ്കിൽ അത് ശരിക്കും പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതൊന്നും നമ്മൾ പഠിക്കാത്തതാണ് നമ്മളെ ചെറുപ്പത്തിൽ നമുക്ക് പറ്റിയത്. കാരണം നമ്മൾ ഏതെങ്കിലും കളിച്ചാൽ വന്ന് ക്യാമ്പ് തന്നിട്ട് വളരുന്ന കുട്ടികളാണ് പകുതി ആൾക്കും കോച്ചിങ്ങിൻ്റെ മെത്തേഡ് എന്താണെന്ന് അറിയാത്ത ഒരുപാട് കുട്ടികൾ വളർന്നു. അങ്ങനത്തെ കോച്ചിൻ്റെ അണ്ടറിൽ വന്നത്. പക്ഷേ സിഫന്റെ കോൺസിൻ്റെ കാര്യത്തിൽ നല്ലൊരു വ്യക്തിയായിരുന്നു. അതൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. ഒരുപാട് കൊല്ലം ഒന്നിച്ച് നിൽക്കാൻ പറ്റി. വിജയാട്ടിൻ്റെ റിട്ടയർമെൻറ്റ് വരെ ആൾ ഉള്ള സമയത്തായിരുന്നു. അസോസിയേഷൻ ഗെയിംസ് കളിച്ചു, ഇന്ത്യൻ ടീമിന് വേണ്ടി ഗോളടിക്കാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇയാൾ. പിന്നെ നയീമുദ്ദീൻ സാറെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഫോറിൻ കോച്ചിൻ്റെ കപ്പാസിറ്റിയാണ് ആൾക്കുള്ളത്. മുന്നേ അങ്ങനെയായിരുന്നു. മുമ്പ് നമുക്ക് മുന്നേ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിരുന്നു. അപ്പോൾ ആ ടീമിലേക്ക് ഞാൻ വന്നത് വൈകിയാണ്. കളിക്ക് പോകുന്നതിന് 3 ദിവസം മുമ്പ് ആണ് എന്നെ വിളിച്ചു വരുന്നത് എന്തായാലും ടീമിലേക്ക് വരണം. കാരണം ഞാൻ ഇഞ്ചുറിയിലായിരുന്നു. അപ്പോൾ ആൾ ഇന്ത്യൻ ടീം ഏകദേശം പ്രിപ്പയർ ആക്കി വെച്ചതായിരുന്നു. അപ്പോൾ വീണ്ടും തന്നെ തിരിച്ചു വിളിച്ചതാണ്. അങ്ങനെ ക്യാമ്പിലേക്ക് എനിക്ക് അത്ര ഇത് കിട്ടിയില്ല. പക്ഷേ ആ ടൂർണമെൻറ്റ് കഴിഞ്ഞപ്പോൾ നയീമുദ്ദീൻ സാർ എന്നെക്കുറിച്ച് ഭയങ്കര ആർട്ടിക്കിളൊക്കെ എഴുതി. ഒരു പ്ലെയർ കാരണമാണ് ടീം കാരണം സെമിഫൈനലൊക്കെ നന്നായി കളിച്ചു എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് 2 മാച്ചിന് തന്നെ ഞാൻ ഇഞ്ചുറി ആയി. അത് കഴിഞ്ഞപ്പോൾ 2 മാച്ച് കണ്ടിന്യൂ നമ്മളെ ജപ്പാനോടൊക്കെ 7 ഗോളും തോറ്റപ്പോൾ ആളെ ഒന്ന് ജസ്റ്റ് സാക്ക് ചെയ്തു. പിന്നെ അത്രമാത്രം. പക്ഷേ അതൊന്നും എവിടെ കണ്ടാലും കൽക്കട്ടയിൽ എവിടെ കണ്ടാലും വിളിച്ച് നല്ല വിദേശങ്ങളും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിൻ്റെ വ്യത്യാസം തന്നെയാണ്. ഇന്ത്യൻ കോച്ചും ഫോറിൻ കോച്ചും തമ്മിൽ വ്യത്യാസം എന്തായാലും അതിലുണ്ടാവും. അതെന്തായാലും പ്ലേയേഴ്സിന് അത് കിട്ടും. അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിലായാലും നമ്മളെ ബാക്കിയുള്ള കാര്യത്തിലായാലും ഫോറിൻ കോച്ചിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. കാരണം ഇവരെല്ലാം പുറത്താണ്. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ പ്ലേയേഴ്സ് എന്താ ചെയ്യണമെന്ന്, ലാ ലീഗിൽ എന്താ പ്ലേയേഴ്സിന് എന്താണെന്ന് ഇപ്പം ISL കളിച്ച് നമ്മൾ പ്ലേയേഴ്സിനൊക്കെ മനസ്സിലാവും എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളത്. കാരണം അവരൊരു കോച്ചിങ് സ്റ്റാഫിൻ്റെ വരികയാണ്. 6-8 ആൾ ഒന്നിച്ചാണ് വരുന്നത്. അവരാണ് ചെയ്യിക്കണേ. എന്താണ് രാവിലെ എന്താണ് റിക്വസ്റ്റ് ഉച്ചക്ക്, അത് നമ്മളൊന്നും ചിന്തിച്ചിട്ടില്ല. ഒരു പ്ലെയറിന് എത്രയാണ് പ്രാക്ടീസ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഞാൻ 40 വയസ്സാണെങ്കിൽ 20 വയസ്സുള്ളവർ എങ്ങനെ ഓടുന്നു അതേപോലെ 40 വയസ്സുള്ള ഓടിക്കുക. പക്ഷെ അവരങ്ങനെയല്ല. ഒരാൾക്ക് എത്രയാണ് സ്പീഡ് അവന് അത് ആ സ്പീഡിൽ ഓടാൻ പറ്റുള്ളൂ. കളി ഗ്രൗണ്ടിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കും. പക്ഷേ വർക്ക് കൊടുക്കുന്നതൊക്കെ ഡിഫറെൻറ്റ് ഇതിലായിട്ടാണ് കൊടുക്കുന്നത്. അതൊക്കെ ഒരു പ്രത്യേക ഇതാണ് നമ്മൾ. പക്ഷെ നമ്മളെ ഈസ്റ്റ് ബംഗാളിൽ നമ്മൾ സുഭാഷിനുള്ള സമയത്തൊരു സൗത്ത് ആഫ്രിക്കയിലൊരു ട്രെയിനർ ഉണ്ടായിരുന്നു. പക്ഷെ ആൾ ഭയങ്കര ആ സമയത്താണ് നമ്മൾ സേന കപ്പൊക്കെ അടിച്ചത്. കാരണം അയാൾ ഓരോ വ്യക്തിക്കും ഓരോ ടൈപ്പിലുള്ള പ്രാക്ടീസാണ്. കാരണം ട്രെയിനറാണ്. ഫിസിക്കൽ ട്രെയിനിങ് അത് കൊടുക്കുന്ന അത്രയും വൈജുംകുട്ടിയാണ് ഇഞ്ചുറിയൊക്കെ ആയിട്ട് വന്നിട്ട് ഏത് ക്ലബിലും പോകുന്നത് ഈസ്റ്റ് ബംഗാളിലേക്ക് എടുത്തിട്ട് അങ്ങനെ ഫിറ്റാക്കി എടുത്താണ്. അത്രയൊക്കെ നമ്മൾ അതിൽ വെച്ചത്. അതാണ് ആ ട്രോഫി നമ്മൾ ഇന്ത്യൻ നേഷനിൽ വെച്ച് അടിച്ചത്. അത്രയും ഒരു ഇതായി. സോ ചേട്ടൻ ഇപ്പം പറഞ്ഞ പോലെ ചേട്ടൻ ചെറുപ്പത്തിൽ ഇവിടുന്ന് കളിച്ച് ശീലിച്ചു. അപ്പം ഇവിടുന്ന് ചേട്ടന് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എന്തായിട്ടാണ്? എൻ്റെ ഫുട്ബോൾ ഇൻസ്പിറേഷൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛനും പിന്നെ എൻ്റെ നാടും. കാരണം എൻ്റെ വീട് ഇതല്ല, ശരിക്കും ആ ഗ്രൗണ്ടിൻ്റെ അടുത്താണ്. അപ്പം രാവിലെ എഴുന്നേറ്റ് കാണുന്നത് ഇപ്പം ഫുട്ബോൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. പിന്നെ ഗ്രൗണ്ട് കൂട്ടിയിട്ടാണ് എൻ്റെ ഒരുപാട് എന്നെക്കാട്ടും ഒരുപാട് നല്ല നല്ല പ്ലേയേഴ്സ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. കരിപ്പൂർ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റേതെന്ന് വെച്ചാൽ അച്ഛൻ്റെ ഒരു എന്താ പറയുക ഒരു ഗൈഡൻസും പിന്നാലെ ഉണ്ടായിരുന്നു. അച്ഛൻ എന്നെ എവിടെയെങ്കിലും നല്ലൊരു കളിക്കാരനാക്കണം എന്നുള്ള ഒരു വ്യക്തി. ഞാൻ നല്ല മടിയനായിരുന്നു. പക്ഷെ എന്നാലും രാവിലെയൊക്കെ 5 മണി 6 മണിക്കൊക്കെ വിളിച്ച് എഴുന്നേച്ച് കൊണ്ടുപോയി വർക്ക് തന്ന് അങ്ങനെ ശരിയാക്കി എടുത്താണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഇത് വെച്ചാൽ അച്ഛൻ തന്നെയാണ്. പിന്നെ നല്ലൊരു പ്ലെയർ ആവണമെന്നുള്ളത് ചെറുപ്പത്തിലെ മനസ്സിലുണ്ടായിരുന്നു. ആ ഒരു ഇത് ഇപ്പം നമുക്ക് സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ.
അപ്പോൾ പിന്നെ ഒരു ജില്ല മാത്രം കളിച്ചിട്ട് വീട്ടിലിരിക്കുക, ഒരു സന്തോഷത്തിൽ മാത്രം കളിച്ചിട്ട് വീട്ടിലിരിക്കുക, ഒരു ജോലി കിട്ടി ഓക്കെ. പക്ഷെ എനിക്ക് ജോലിയൊക്കെ കളിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എനിക്ക് ഇതിനേക്കാൾ നന്നായി കളിക്കുന്നത്. പിന്നെ ഇഞ്ചുറീസ് ഒരുപാട് വന്ന കാരണമാണ് പെട്ടെന്നൊന്ന് ബ്രേക്കായി. ഞാൻ ഇപ്പോഴത്തെ കുട്ടികളോട് അതേ പറയുള്ളൂ, നമ്മൾക്ക് സ്വപ്നങ്ങളുണ്ടാകും, നന്നായി കളിക്കണം. എന്നാലും ഫുട്ബോൾ എപ്പോഴും എളുപ്പവഴിയില്ല, ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ന്യൂ ഫുട്ബോൾ പുതിയ ഫുട്ബോൾ വേൾഡിൽ ഇപ്പോൾ പറയും റൊണാൾഡോ മെസ്സി, ഇപ്പോൾ കുട്ടികളൊക്കെ റൊണാൾഡോ മെസ്സിയുടെ വഴിയാണ്. ചേട്ടൻ ഇപ്പോൾ വലിയ അറിയില്ല ഇഷ്ടപ്പെടുന്ന ഒരു ഫുട്ബോൾ എന്ന് പറയുന്നത്? എനിക്ക് ഏറ്റവും ഇഷ്ടം, എൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടം മറഡോണയായിരുന്നു, മാൽഡിനി. മൽഡിനി എന്ന് പറയുന്നത് ഡിഫൻഡർ എന്ന നിലയിലാണ് എൻ്റെ ഡിഫൻഡർ. മൽഡിനി എന്ന് പറയുന്നത് ബെസ്റ്റ് ഡിഫൻഡർ എന്ന് തന്നെ പറയാൻ പറ്റും, വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻഡേഴ്സ്. അപ്പോൾ നമ്മൾ 2000 മൽഡിനിൻ്റെ അറിയില്ല, മൽഡിനിൻ്റെ അത്രയുള്ള ഡിഫൻഡർ ഇല്ലായിരുന്നു. പുള്ളിക്കാരൻ സെൻറ്റർ ബാക്ക് കളിക്കുമായിരുന്നു, പിന്നെ കരിയറിൻ്റെ സൈഡിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് ബാക്ക് ആയിട്ടും കളിച്ചിരുന്നു. അപ്പോൾ അതായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോൾ ഇഷ്ടം നമ്മൾ ശരിക്കും പറഞ്ഞാൽ മെസ്സിയാണ്. മോൻ നെയ്മറാണ്. റൊണാൾഡോ ആവുന്നോണ്ട് സംശയം. അപ്പോൾ ഇവിടെ തൃക്കരിപ്പൂർ എന്ന് തന്നെ നമ്മൾ പറയുന്നത് പണ്ടേ ഫുട്ബോൾ ഗ്രാമം, ഒരു ഫുട്ബോളിലെ ഒരു ഗ്രാമമായിരുന്നു, ഭയങ്കര ഫുട്ബോൾ പ്രേമി ഇല്ല ഗ്രാമം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മലപ്പുറമൊക്കെ ഫുട്ബോൾ ആയിരുന്നു. ഇപ്പം കേരളം ഇപ്പം കംപ്ലീറ്റ്ലി മാറാൻ തുടങ്ങി. കേരളത്തിൽ ഇപ്പം എല്ലാ ജില്ലയിലും ഫുട്ബോൾ എന്ന് പറയുന്നത് വളരെ നല്ല വളർച്ചയായിട്ട് വരുന്നുണ്ട്. ചേട്ടൻ ഭാവിയിൽ കോച്ച് ആവാനുള്ള പ്ലാനോ അല്ല അങ്ങനെ ആയിട്ട് കാണുന്നുണ്ട്? ഞാനിപ്പോൾ ഓൾറെഡി ഗ്രാസ് റൂട്ട് ലെവലിൽ പാസ്സായ ഒരു വ്യക്തിയാണ്. ലൈസൻസ് ഉള്ളതാണ്. ഗ്രാസ് റൂട്ട് കുട്ടികളെ 14 വയസ്സ് വരെ നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യാം. ലൈസൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് സമയത്തിൻ്റെ പ്രശ്നം കാരണം പോകാൻ പറ്റിയില്ല. ഇപ്പം ഞാനിപ്പം എന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം കൽക്കട്ടയിലേക്ക് പോയപ്പോൾ അവിടെ അന്നേ അക്കാഡമികളുണ്ട്. പക്ഷെ അതാരും എത്ര ഒരു ഇതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായില്ല. കൽക്കട്ടയിലൊന്നും ഇതുണ്ട്, കൽക്കട്ട ഗോവയൊക്കെ മുന്നേ അക്കാഡമിക്സ് ഉണ്ടായിരുന്നു. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ ഒരു ISLന് ശേഷമാണ് ഇത്തരം അക്കാഡമികൾ വരാൻ തുടങ്ങിയത്, ഗ്രാസ് റൂട്ട് ലെവലിൽ. ഇപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലിപ്പം ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു തൃക്കരിപ്പൂർ തന്നെ ഒരു 3 അക്കാഡമി ഉണ്ട്. ഒരു ഗ്രൗണ്ടുള്ള ഇവിടെ തൃക്കരിപ്പൂർ ഒരു ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യും. ഒരു അക്കാഡമിൻ്റെ ഫുൾ ചാർജ് ഞാനാണ് നോക്കുന്നത്, IKNN ഫുട്ബോൾ അക്കാഡമി. അതിലിപ്പം 215 കുട്ടികളുണ്ട് നമ്മുടെ അക്കാഡമിയിൽ. ഇതിൽ അണ്ടർ 10, അണ്ടർ 12, അണ്ടർ 14, അണ്ടർ 16 ഏജ് ഗ്രൂപ്പേഴ്സാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 1 വർഷമായിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം നമ്മൾ അണ്ടർ 10ഉം അണ്ടർ 12ഉം നമ്മൾ സ്റ്റേറ്റിൽ ഫൈനലിലെത്തിയ ടീമാണ്. അപ്പോൾ ഒരുപാട് നല്ല കുട്ടികളുണ്ട്. നമ്മളെ എക്സ്പീരിയൻസ് നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇപ്പോൾ നമ്മുടെ ഫുട്ബോൾ ലൈഫ്, പ്ലേയിങ് ലൈഫ് ഏകദേശം തീർന്നിരിക്കാം. അതിന് കുട്ടികൾക്ക് എങ്ങനെ ഫുട്ബോൾ ടീച്ച് ചെയ്യാൻ നല്ല രീതിയിൽ എങ്ങനെയാണ് ഗ്രാസ് റൂട്ട് ലെവലിൽ കുട്ടികളെ വളർത്തിയെടുക്കാനുള്ളൊരു ചിന്താഗതിയിലാണ് ഇപ്പോൾ അക്കാഡമി ഉള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പം തൃക്കരിപ്പൂർ 3 അക്കാഡമികളിലാണ്, കാസർഗോഡ് ജില്ലയിലാണ് ഇപ്പോൾ 6-7 അക്കാഡമികളുണ്ട്. അപ്പം എല്ലാ അക്കാഡമിയിൽ നിന്നും കൂട്ടിയാൽ ബെസ്റ്റ് നല്ലൊരു 10-50 പ്ലേയേഴ്സ്, നല്ല പ്ലേയേഴ്സിനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ല കുട്ടികളാണ്. നമ്മളെ മോനൊക്കെ നമ്മുടെ അക്കാഡമി അണ്ടർ 10ലെ പ്ലെയറാണ്. സ്ട്രൈക്കർ മിഡ്ഫീൽഡായിട്ട് കളിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, ഇടയ്ക്ക് മാറുന്നുണ്ട്. റൊണാൾഡോ ആദ്യം മെസ്സി ആയിരുന്നു, മാറിയതാ. കാരണം കളി അങ്ങനെയാണല്ലോ. ഇപ്പൊ നെയ്മർ ന്യൂജൻ പ്ലെയറാണ്. ഇപ്പൊ മെസ്സി, റൊണാൾഡോ മെസ്സി ഇപ്പോൾ അവരുടെ കരിയറിന് എൻഡിലോട്ടേക്കായി. അപ്പോൾ ഞാൻ ഫൈനലി ഇപ്പോൾ ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്യേണ്ട ടൈമായി. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്ന ചേട്ടനോട് ഇപ്പോൾ ഫൈനൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകണമെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ചോദിച്ചു ചേട്ടൻ കൂടെ കളിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആരാണ്? ചേട്ടൻ പറഞ്ഞു വിജയേട്ടൻ. ചേട്ടൻ എഗെയിൻസ്റ്റ് കളിച്ചതിൽ ഏറ്റവും ഡിഫൻഡർ എന്നുള്ള നിലയിൽ ഏറ്റവും ഹാർഡായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ ആരാണ്? ലൈക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതിലുള്ള പ്ലെയർ ഉണ്ടായിട്ടുണ്ടോ? അല്ല ഏറ്റവും ടഫസ്റ്റ് ഒപ്പോണൻ്റ് ആരായിരുന്നു? നല്ല കുറേ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിജയേട്ടൻ്റെ എതിരൊക്കെ കുറച്ചേ കളിച്ചിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എതിര് കളിച്ചിട്ടുള്ളതെന്ന് ബെരറ്റോൻ്റെ കൂടെയാണ്. കാരണം ഈസ്റ്റ് ബംഗാളുടെ സമയത്തൊക്കെ ബെരറ്റോ നമുക്ക് അഗേൻസ്റ്റ് ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ബെരറ്റോനോട് കളിക്കാൻ. നല്ല ഇന്ത്യയിൽ വന്നാൽ ഏറ്റവും ഒരു ഫോറിൻ പ്ലെയർ എന്ന നിലയിൽ ബ്രസീലിലാണ് ബെരറ്റോ. ഏറ്റവും നല്ലൊരു പ്ലെയർ, നല്ല ഇതാണ്, ഏത് സ്കിൽഫുൾ, എങ്ങനെയും ടഫായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ യാക്കോബും ഉണ്ട്. ഇവരൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെ കൂടെ ഒക്കെ എതിരെ ഒരുപാട് പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. വിജയേട്ടൻ്റെ കൂടെ ഒന്നിച്ച് കളിച്ചിട്ടുണ്ട്, ബൈജുവിൻ്റെ ഒന്നിച്ച് കളിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അഗേൻസ്റ്റ് കളിക്കാൻ പറ്റിയത് അവരെ കൂടെയാണ്. ഇതിൽ 3 പേരും എനിക്ക് ഭയങ്കര ഒരു ടഫ്നെസ് തോന്നിയിട്ടുള്ളൂ. ബെരറ്റോ ആണ് അവർ നല്ലൊരു നല്ല കൂടെ കളിച്ചിട്ടുണ്ട്. എന്നാലും ഡുഡുവും യാക്കോബും ബെരറ്റോ 3 പേരാണ് കുറച്ച് ടഫ്. കാരണം ഡിഫൻഡർ നിലയിൽ ചെറിയൊരു പാളിച്ച് ഉണ്ടായാൽ ഏത് സമയത്തും ഗോളടിക്കാൻ പറ്റിയ പ്ലേയേഴ്സാണ്. നമ്മളിപ്പോൾ ഒരു ഫോർവേഡ് ഒരു ചാൻസ് മിസ്സാക്കിയാൽ അതൊരു വലിയ ഡീലല്ല. ബട്ട് ഡിഫൻഡറിൻ്റെ ഒരു എറർ അല്ലെങ്കിൽ ഗോളിയുടെ ഒരു എററാണെങ്കിൽ അത് പത്രം മൊത്തം നാളത്തെ പത്രം ഹെഡ്ലൈൻ ഉണ്ടായിരിക്കും. സോ ഡിഫൻസ് കളിക്കുന്നത് അല്ലെങ്കിൽ ഗോളി കളിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു പ്രഷർ നമ്മുടെ ഫോർവേഡ് ലൈനിൽ ഇല്ല എന്ന് തന്നെ പറയാം.
അതിപ്പോൾ പണ്ടായാലും ഇപ്പോൾ ആയാലും ആ ഒരു പ്രഷർ. അത്രേ ഉള്ളൂ. നമ്മളൊരു ഡിഫൻഡർ എന്ന് വെച്ചാൽ 90 മിനിറ്റ്സും നിൽക്കണം. സൈക്കിൾ 90 മിനിറ്റ്സ് നിന്നിട്ട് ലാസ്റ്റ് ഒരു സെക്കൻഡിൽ ഒരു ഗോൾ അടിച്ചാൽ ആരടിച്ചാൽ ചിലപ്പോൾ തല വെച്ച് കൊടുത്ത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവനും പേരെ. പക്ഷേ ഡിഫൻഡർ അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ചെറിയ സില്ലിയർ മിസ്റ്റേക്കിന് ഗോൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതായി. ഡിഫൻഡറാണ് എനിക്ക് എപ്പം തോന്നിയിട്ടുള്ള ഒരു ടീമിന്റെ ഏറ്റവും വലിയൊരു ഇതാണ് ഡിഫൻഡർ. കാരണം ഡിഫൻഡർ ഗോൾ വാങ്ങാതെ നോക്കുക ഭയങ്കര ഈസി അല്ല. കാരണം ഏറ്റവും കൂടുതൽ ടെൻഷനുള്ളവരാണ് ഗോൾ വാങ്ങാണ്ട് നോക്കുക. ഗോൾ നമുക്ക് ഏത് സമയത്ത് അടിക്കാൻ ഡ്രോ ആവുമോ, കളി തോക്കില്ല. പക്ഷെ ഗോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കളി തോക്കും. ഏറ്റവും ഡിഫൻഡറാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്നത്. ആ ഒരു കോൺസെൻട്രേഷൻ ലെവൽ എപ്പോഴും 90 മിനിറ്റ്സോളം. കാരണം ഒരു മിനിറ്റ് കോൺസെൻട്രേഷൻ തെറ്റിയാൽ അത് നാളത്തെ പത്രത്തിലെ ഹെഡ്ലൈൻ ആയി. സോ അത്ര കുറേ ഇന്റർവ്യൂവിൽ ചോദിക്കാനുണ്ട് അപ്പം ചേട്ടനോട്. അപ്പം താങ്ക്സ് ഫോർ ബീങ് ഇന്റർവ്യൂടെ നന്ദി നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. സോ താങ്ക്സ് എവരിവൺ. ബൈ.